ശ്രീ എൻ അരുൺ, ഇതിപ്പോ ശാസ്ത്രീയമായി സബ്സിഡി പുനഃക്രമീകരിക്കുകയാണ് ചെയ്തത് എന്ന് രാഷ്ട്രീയമായി വിശദീകരിക്കാം. പക്ഷെ ഒരു സാധാരണ കുടുംബത്തിന് മുമ്പിൽ ഇത് എങ്ങനെ വിശദീകരിക്കും എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കണം, ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നോക്കൂ, ഉഴുന്നിന് 29 രൂപയാണ് കൂടുക. പോട്ടെ, പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം, പുട്ടിന് ചെറുപയർ കറി വെക്കാന്ന് വെച്ചാൽ ചെറുപയറിന് 19 രൂപ കൂടും. പുട്ടും കടലയാക്കാന്ന് വെച്ചാൽ കടലയ്ക്ക് എത്ര രൂപയാണ് കൂടുക? കടലയ്ക്ക് 31 രൂപ കൂടും. ഇനി പോട്ടെ, ചമ്മന്തി അരയ്ക്കാന്ന് വെച്ചാൽ മുളകിന് 44 രൂപ 50 പൈസ കൂടുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ കുടുംബ ബജറ്റിൽ കരുതേണ്ട പണം ഉയരുന്നു എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം. രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഏത് നിലയ്ക്കും എവിടെയും പറയാം. അതിനപ്പുറത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതല്ലേ പ്രശ്നം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സപ്ലൈകോയെ ആശ്രയിക്കുന്ന 40 ലക്ഷം കാർഡ് ഹോൾഡർമാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ പണം മുടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധിയും നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞു. അതിനോരോന്നിനും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ കോൺഗ്രസ് പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, ഈ വിലക്കയറ്റം കേരളം ആണ് അതിന് ഉത്തരവാദി എന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. അതിൻ്റെ മുഖ്യ ഉത്തരവാദി ആരാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറയാൻ കോൺഗ്രസ് പ്രതിനിധിക്ക് പ്രയാസം ഉണ്ടാവും. കോൺഗ്രസുമായി കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള ബന്ധമൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ ഇടതുപക്ഷത്തെ നിരന്തരം ഇകഴ്ത്തുമ്പോൾ, പഴിചാരുമ്പോൾ, കരിവാരിത്തേക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും പുട്ടിന് പീര എന്ന പോലെ നിങ്ങൾ BJP ഗവൺമെന്റിനെ കുറിച്ച്, കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞാൽ നന്നായിരിക്കും എന്നത് ഞാൻ പറയുകയാണ്. പിന്നെ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് വീണ്ടും വന്നതിന്റെ കഥയൊന്നും പറയിക്കണ്ട. കോൺഗ്രസ് തനിച്ച് മത്സരിച്ച് വീണ്ടും മുഖ്യമന്ത്രി പദത്തിൽ എത്താനുള്ള ശ്രമമൊക്കെ നടത്തിയത്. ഒരു മുന്നണി സംവിധാനമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ഒരു സമചിത്തതയോടുകൂടി ഇടപെട്ടിരുന്നെങ്കിൽ അവിടെ യോഗി വീണ്ടും മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ BJP പ്രതിനിധിയുമായി ഞാനൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറയാത്ത കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഞാൻ പറഞ്ഞത് 2016 തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ആ വില അത് വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞത് ആ ഘട്ടത്തിലാണ്, ആ സമയത്ത്. അതിനുശേഷം ആ ഒരു ഗവൺമെന്റിന് കാലം കഴിഞ്ഞു. അതുകൂടാതെ കൽപ്പാന്ത കാലത്തോളം വില കുറച്ച് വിൽക്കില്ല എന്നല്ല പറഞ്ഞത്. കൽപ്പാന്ത കാലത്തോളം ആ വില തന്നെ എങ്ങനെ സാധ്യമാകും? 10 വർഷമാകാൻ പോവാണ്, 8 വർഷം കഴിഞ്ഞു. എങ്ങനെ ആ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറയേണ്ട കാര്യം, നമ്മുടെ അവശ്യ വസ്തുക്കളുടെ വിലവർദ്ധനവ് കേരളത്തിൽ മാത്രമുള്ളതല്ലോ, ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ വിലവർദ്ധനവുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇന്ധനത്തിൻ്റെ വിലവർദ്ധനവിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഓരോ അവശ്യ വസ്തുക്കളുടെയും വില, പാചകവാതകം ഉൾപ്പെടെ ഓരോ അവശ്യ വസ്തുക്കളുടെ വില കേരളത്തിൽ മാത്രമല്ല വർദ്ധിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ പൊതുവിപണിയിൽ വില പിടിച്ചു നിർത്താൻ വേണ്ടി ആരാണ് ഇതിവിടെ ചോദിക്കേണ്ട? 1970-കളിൽ 74-ലാണ് സപ്ലൈകോ രൂപീകരിച്ചെന്നൊക്കെ പറയുകയുണ്ടായി. കേരളത്തിൽ ഈ സപ്ലൈകോ അവശ്യ വസ്തുക്കൾ 13 സബ്സിഡി വിലയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ച ഗവൺമെന്റ് ആരുടെ ഗവൺമെന്റ് ആയിരുന്നു? സഖാവ് E.K. നയനാർ മുഖ്യമന്ത്രിയും സഖാവ് E. ചന്ദ്രശേഖരൻ നായർ കേരളത്തിലെ പൊതുവിതരണ മന്ത്രിയായിരുന്ന സമയത്താണ് ആ തീരുമാനമെടുത്തത്. ഗവൺമെന്റ് സഹായം ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഘട്ടങ്ങളിലാണ്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നിങ്ങൾ സൂചിപ്പിച്ച പോലെ കാലങ്ങളോളമായി സപ്ലൈകോ ഔട്ട്ലെറ്റ് ഇത്രമാത്രം മോശമായി കിടക്കുമൊന്നുമല്ല, കുറച്ച് സമയമായിട്ടുള്ളൂ. അതിന് കാരണം കേന്ദ്രത്തിൻ്റെ വലിയ തോതിൽ ഈ ഗവൺമെന്റിനെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണ്. ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, വില കുറവ് തന്നെയാണ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും വില കുറച്ച് തന്നെയാണ് കേരളത്തിൽ സപ്ലൈകോ വില തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പറയുകയുണ്ടായാലും 56% കുറവാണ് ഇപ്പോഴത്തെ വില നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് 35% കുറച്ചിട്ടുണ്ട്. 35% ഓപ്പൺ മാർക്കറ്റിൽ നിന്നും വില കുറച്ച് വിൽക്കുന്നത്. ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത്, കോൺഗ്രസ് പ്രതിനിധിയോടാണ് പറയേണ്ട കാര്യമുള്ളൂ. കാരണം BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലും ഈ റേഷൻ കടകളല്ലാതെ ഇത്തരത്തിൽ അവശ്യ വസ്തുക്കളെല്ലാം കൊടുക്കുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലും ഇല്ല. BJP ഗവൺമെന്റ് ഒരു തരത്തിലും സഹായിക്കുന്നുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഭാരതരിയായിട്ട് വന്നിട്ടുണ്ടാകാം. നമ്മൾ ഓർക്കേണ്ട കാര്യം, പ്രളയകാലത്ത് ഗവൺമെന്റിന് കൊടുത്ത, കേന്ദ്ര ഗവൺമെന്റ് നൽകിയ അരിയുടെ തുക നയാപൈ വ്യത്യാസമില്ലാതെ കേരളത്തിൽ നിന്ന് വാങ്ങിയ ഗവൺമെന്റാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ കേരളത്തിലെ 1633 സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വില കുറച്ച് തന്നെയാണ് വിൽക്കുന്നത്. 35% വില കുറച്ചാണ് വിൽക്കുന്നത്. UDFന്റെ സമയത്ത് 2016 വരെ ഭരണം നടത്തിയപ്പോൾ 22% വില കുറവാണ് ഉണ്ടായിരുന്നത്. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും 22% വില കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ വില കുറവ് 30 മുതൽ 35% വരെയാണ്. അതൊക്കെ അബിൻ വർക്കി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയാനുള്ളത്. കേരളത്തിന്റെ ബജറ്റിന്റെ മറുപടി പ്രസംഗം നടത്തിയപ്പോൾ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി, സപ്ലൈകോയെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഇടപെടലുണ്ടാകും. KSRTCക്ക് സമാനമായി കഴിഞ്ഞ ബജറ്റ് സമയത്ത് KSRTCക്ക്
പദ്ധതിക്ക് 900 കോടി രൂപയാണ് കൊടുത്തതെങ്കിൽ അതിന്റെ 3 ഇരട്ടിയിലധികം തുക ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി. സമാനമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വിലയിൽ സുലഭമായ രീതിയിൽ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ഉൽപ്പന്നങ്ങൾ നൽകും എന്നുള്ളതാണ്. അതിനെ വളരെ പോസിറ്റീവായി തന്നെയാണ് നോക്കിക്കാണുന്നത്. കേരളത്തിലെ ജനങ്ങളും അത്തരത്തിൽ തന്നെ നോക്കിക്കാണും. ഇവിടെ വില കുറഞ്ഞത് പിണറായി വിജയന്റെ എന്ന് പറയുകയുണ്ടായി. നമുക്ക് നന്നായിട്ട് അറിയാം 2021 തെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിലെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കി തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. അത് തുടർന്നും ഉണ്ടാകും. ശരി, ഓക്കെ. അതാണ്